ഒരു കിണറാണ്. കിണറ്റിൽ വെള്ളം ഉണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് സൈഡ് വന്നപ്പോൾ ആ കോക്ക അതേ സൈഡിൽ കൂടെ പോയി. അപ്പം അതും പറന്നുപോയി. എക്സാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എപ്പി. ഇന്ന് എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന കോന്നി അടവി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ കൊറോണ ലോക്ക്ഡൗൺ ആയ ശേഷം ആദ്യമായിട്ടാണ് ട്രാവലൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൊറോണ ആയ ശേഷം മുമ്പോട്ട് ട്രാവലൊന്നും ചെയ്തിട്ട് ലോക്ക്ഡൗൺ ആയ ശേഷം എന്തായാലും വരും ദിവസങ്ങൾ ഇതേപോലെ ചെറിയ ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണ് െങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഗൈസ്, പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കോന്നി എലിഫന്റ് ക്യാമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു സ്ഥലത്ത് വന്ന് വ്ളോഗിങ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരെ വന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിയതില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ വിഷ്വൽസ് എല്ലാം ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഞാൻ ഇവിടെ അവസാനം എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും, വീഡിയോസ് ഉൾപ്പെടെ. അപ്പം എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു ആനക്കൂട് കാണാൻ നല്ല രസമുണ്ട്. ഇതിനുള്ളിൽ ഇപ്പോൾ ആനയില്ല. ഈ ഒരു പാർക്ക് നല്ല രസമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ലഭിക്കുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കുവാനായിട്ട്. പിന്നെ ചെറിയൊരു കുളമുണ്ട്, അത് നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഈ കുളത്തിൽ മീനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ വലിയ മീനൊക്കെ ഉണ്ട്. ഇനിയും സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു ആനയുടെ ചെറിയ ഡ്രോയിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി ഇരിപ്പുണ്ട്. നേരത്തെ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോൾ ഒന്നായിട്ട് ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ് എടുത്തത്. വീഡിയോസൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് മാത്രമേ എടുത്തുള്ളായിരുന്നു. എന്തായാലും ഇവിടെ വന്ന് ചെറിയൊരു വീഡിയോസൊക്കെ നല്ല വ്ളോഗിങ് വീഡിയോസൊക്കെ ചെയ്യുകയാണ്. ഇനിയും ഞങ്ങൾ ഈ ഒരു വലിയ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ്. ഈ സ്റ്റെപ്പ് കാണാനും നല്ല രസമുണ്ട്. എന്തായാലും മുകളിലേക്ക് കയറാം. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മുമ്പിൽ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെറിയൊരു ആനയുടെ പ്രതിമ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ചെറിയ വ്യൂ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ
ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഈ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളെ ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ക്യാമറ അലൗഡാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നിങ്ങളിവിടെ കാണിച്ചു തരാം. അത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൽ അടുത്തോട്ടൊക്കെ പോയി എല്ലാം ഇവിടെ എഴുതിയേക്കുന്ന എല്ലാം ഞാൻ ഇവിടെ കാണിച്ചു തരാവുന്നതാണ്. എവല്യൂഷൻസ്, ഹാബിറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫുഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ബിഹേവിയർ, അങ്ങനെ പല രീതിയിലൂടെ നമുക്കിവിടെ കാണിച്ചു. ഇവിടെ ആനയുടെ സ്കെലിറ്റൻസ് ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണുവാനായിട്ടുണ്ട്. എല്ലാം ഞാൻ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആനയുടെ ചെയിനുകൾ, അങ്ങനെ അങ്കൂരം, അതേപോലെയുള്ള കാണാൻ സാധിക്കും. ആനയുടെ ടീത്തൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഇതൊക്കെ ഇനി എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോവിടെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ആനയുടെ പ്രതിമ കാണാൻ സാധിക്കും. അതിന് അടുത്തോടൊന്നും പോകാൻ സാധിക്കില്ല, കാരണം ഇവിടെ റിബണൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ട് പോകും. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോലെ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ കോയിൻസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ ഇവിടെ കേൾക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീക്കറിൽ നിന്ന് തന്നെയാണ്. കേൾക്കുവാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ക്യൂസ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ നമ്മുടെ ഫ്രണ്ട് ഇവിടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ നമുക്ക് അടുത്ത ഒരു സ്ക്രീൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. കോന്നി എക്കോ ടൂറിസം, കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ, 3 കാറ്റഗറീസ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോന്നി ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലാന്റ് ഹിസ്റ്ററീസ് ഓഫ് പ്ലാന്റേഷൻസ്, ഹിസ്റ്ററീസ് ഓഫ് എലിഫന്റ് കൺസർവേഷൻ, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ പല കാര്യങ്ങൾ നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ആനയുടെ പ്രതിമകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കാണാൻ നല്ല രസമുണ്ട്. ഇനിയും ഇവിടെ നിന്ന് പോവുകയാണ്, അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മുടെ ചെരുപ്പ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ അടുത്ത് ഇനി ഇവിടെ എലിഫൻറ്റ് ഗാലറിയിലേക്കാണ് ഞങ്ങളിവിടെ കയറാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മൂവീസ്, ആനയുമായി ബന്ധപ്പെട്ടുള്ള മൂവീസിൽ നമുക്കൊരു ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇതിനകത്തേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പ്രതിമകളൊക്കെ, ആനയെ പ്രതിമകളും പിന്നെ എലിഫൻറ്റ് ബുക്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അടുത്തൊരു സൈഡിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോറീസ് ഓഫ് ആൻ ഏഷ്യൻ എലിഫൻസ് എന്ന് പറയുന്ന പുസ്തകം നമുക്കിവിടെ കാണാൻ സാധിക്കും. എലിഫൻസ് ദ വാർണിഷിങ് ഗ്രെയിൻസ് എന്നൊക്കെ പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും ഇവിടെ എല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ആദ്യമായിട്ടാണ് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. വരും ദിവസങ്ങളിൽ അതെല്ലാം ഇനിയും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നെറ്റിപ്പട്ടം കയറ്റി ആനയുടെ പ്രതിമകളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടേക്ക് നമുക്ക് ആനയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് നെറ്റിപ്പട്ടം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് താഴോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആനകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല രീതി ക്രിയേറ്റീവായിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ നെല്ലിൻ്റെ കച്ചി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ആനയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ തടിയുടെ കഷ്ണം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ആനയാണ്. ഇത് പശ വെച്ച് ഒട്ടിച്ചതാണെന്ന് തോന്നുന്നു. ഒട്ടിച്ച് ക്രിയേറ്റീവായിട്ട് എന്തായാലും ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. അടുത്ത മുകളിൽ ആനയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വ്യൂസ് എല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഒരു ജിനുവും മുകളിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ വ്യൂസ് എല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ആനയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 5 ആന ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു 3 ആന, ഒരാന മുകളിലും വേറൊരു ആന ഈ ഒരു സൈഡിലുമാണ് ഉള്ളത്. ഇവിടെ ആനയ്ക്ക് കൊടുക്കുന്ന ഫുഡ് ഇലയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
അടുത്ത് ഇവിടെയുള്ള ഒരു കിണറാണ്. കിണറ്റിൽ വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു കൊക്ക് വന്നിരുന്നിട്ടുണ്ട്. അതിന് നമ്മൾ അടുത്തോട്ട് നമുക്ക് പോകാം. എന്തായാലും പറന്ന് പോകും. നമ്മൾ ഈ സൈഡ് വന്നപ്പോൾ ആ കൊക്ക് ആ സൈഡിൽ കൂടെ പോയി. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് വട്ടം കറങ്ങിയേക്കാം. അപ്പം അതും പറന്നുപോയി. ഇനിയും ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിവിടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ അടുത്ത ഈ ഒരു ഷോപ്പിലേക്ക് കയറുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു കുന്തിരിക്ക മേടിക്കാൻ പോവുകയാണ്. ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കസ്തൂരി മഞ്ഞൾപ്പൊടികൾ, പിന്നെ കുന്തിരിക്കം, പിന്നെ തേന്. ഞാൻ എന്തായാലും ഒരു കുന്തിരിക്ക എന്തായാലും മേടിക്കണമെന്നുണ്ട്. എന്തായാലും ഞാൻ മേടിക്കാമെന്നായിരിക്കും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുസ്തകങ്ങളൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു കുന്തിരിക്ക മേടിക്കുകയാണ്. ഒരു കുന്തിരിക്ക 50 രൂപയാണ്. അപ്പോൾ ഞാൻ എന്തായാലും മേടിക്കുകയാണ്. 50 രൂപയല്ലേ? ഒരെണ്ണം മതി. അപ്പോൾ അതിൻ്റെ ബില്ലും നമുക്ക് ലഭിച്ചിരിക്കുക. ഇപ്പോൾ കുന്തിരിക്കാൻ മേടിച്ചതിൻ്റെ ബില്ലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ അടവിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ കുന്തിരിക്കാൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ വെക്കുകയാണ്. പോക്കറ്റല്ല, ബാഗിൽ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അടവി കൊട്ടവഞ്ചിയിൽ എത്തിയിരിക്കുകയാണ്. കൊട്ടവഞ്ചിയിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. കയറാൻ പറ്റുവാണെങ്കിൽ കയറുന്നതായിരിക്കും. അതിന്റെ വീഡിയോസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം. ഗൈസ്, ഇവിടെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും. നമ്മുടെ ഫ്രണ്ട് ഒരു ടിക്കറ്റ് ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴോട്ട് പോകാം. സ്റ്റെപ്പ് കയറി താഴോട്ട് വരാൻ നല്ല രസമുണ്ട്. ഈ ഒരു സൈഡെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ ലഭിക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ഫ്ലവേഴ്സൊക്കെ കാണുവാൻ സാധിക്കും. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് കൊട്ടവഞ്ചിയൊക്കെ കാണാൻ സാധിക്കും, പല സൈഡിലായിട്ട് വെച്ചേക്കുന്നത്. അടുത്തൊരു റൂം പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് കൊട്ടവഞ്ചി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് അവിടെ ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, യെസ്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് പോകാം. ഒരു ചെറിയൊരു പാലം നമുക്ക് കാണാൻ സാധിക്കും, തടികളുണ്ടാക്കി. അതിലേക്കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം.
ഇവിടെ ഇരിക്കാനായിട്ടൊക്കെ ചെറിയ സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. ഈ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് വെള്ളമുണ്ട്, കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോവുകയാണ്. ഇവിടെ കാലൊക്കെ പൊള്ളുന്നുണ്ട്, നല്ല ചൂടായിട്ടിരിക്കുക. ഓക്കെ, എന്താ അങ്ങോട്ട് കയറി. ഓ, കാല് പൊള്ളുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറിയിരിക്കുകയാണ്. ഓക്കേ, ഗൈസ്, അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടൊക്കെ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ എല്ലാം നിങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ്. എന്നോടൊപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ജിനു ഉണ്ട്, എബ്രഹിം വിൽസൺ ഉണ്ട്, ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഉണ്ട്. താപ്പോട്ടുള്ള വെള്ളം വരുമ്പോഴേ കേസ് പോയാ പോയി. മേടിച്ചാൽ മതി, പുതിയ ഫോൺ മേടിച്ചു തരണം. മണ്ണറയുടെ വെള്ളം കാണോ? ഇല്ല, ഒട്ടും കാണും. ഒന്നുമില്ല. പിന്നെ ഇവിടെ പക്ഷികളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് വലിച്ചു വെക്കാൻ മതി ഇവിടുന്ന്, തെറിച്ചു പോലെ. ഇനി ഇവിടെ കൊട്ടവഞ്ചി ഇവിടെ കറക്കാൻ പോവുകയാണ്. കറക്കാൻ പോവാണ്, തല കറക്കുന്നു. പൊളിയെ ബോധം കെടുത്തി. പിന്നെ ഇവിടെ വേറൊരു കൊട്ടവഞ്ചി ഇവിടെ കറക്കുന്നുണ്ട്, കാണുന്ന നല്ല രസമുണ്ട്. എന്താന്നറിയത്തില്ല. പെരുന്തറാവ്. അപ്പോൾ ഞങ്ങൾ കരയിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങുകയാണ്. ഓക്കെ, ഇരുന്നോട്ടെ. ഞങ്ങളിനി ഇവിടുത്തെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആഴമൊന്നും ഇല്ല, ചെറിയ വെള്ളമൊക്കെ ഉള്ളൂ. എന്തായാലും ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഈ അങ്ങനെ ആ ഒരു സൈഡിലായിട്ട് എന്തായാലും നിങ്ങൾ ഇവിടെ താഴേക്ക് ഇറങ്ങുകയാണ്.
ചെരുപ്പ് ഇവിടോട്ട് ഊരിയിടാം. ഇപ്പൊ ചെരുപ്പ് ഞാൻ ഇവിടെ ഊരിയിട്ടിട്ടുണ്ട്. എന്തായാലും ചെറുകെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അയ്യോ, ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്. പാൻറ് നനയാതിരുന്നാ മതിയായിരുന്നു. എന്തായാലും കുറച്ചൊക്കെ നനയും. ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ കുറച്ച് നിൽക്കുമ്പോൾ. ഇവിടെ പല നല്ല കല്ലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും, റൗണ്ടഡ് ഷേപ്പായിട്ടുള്ളത്. എന്തായാലും ഇവിടെ താഴോട്ടിറങ്ങിയാണ്. ഈ വെള്ളത്തിലൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പൊ കാണാൻ നല്ല രസമുണ്ട്. ചെറിയ കൊച്ചു മീനൊക്കെ ഉണ്ട്. എല്ലാവരും ഇവിടെ നല്ല ചെറുതായിട്ട് ഒഴുക്കൊക്കെ ഉണ്ട്. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്. കൊട്ടവഞ്ചി കയറിയപ്പോൾ ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ. ഇപ്പൊ നല്ലൊരു കാറ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചെറുകെ നമുക്ക് വെള്ളത്തിലോട്ട് ഈ കല്ലൊക്കെ ചില കല്ലൊക്കെ സ്ലിപ്പ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇറങ്ങിയപ്പം ചെറിയൊരു സ്ലിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ കേൾക്കുന്ന ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ട്. അവിടെ ചാക്കേട്ടിനകത്ത് മണ്ണൊക്കെ നിറച്ച് വെള്ളം കുറച്ചൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ട ഇവിടെ കവിഞ്ഞാണ് ഈ വെള്ളമെല്ലാം ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇവിടെ നമുക്ക് എന്തായാലും മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ നല്ല വെയിലും ഉണ്ട്. ഇവിടെ കൊച്ചു കൊച്ചു കല്ലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എറിയല്ലേ, ഇവിടെ കല്ലൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുക. നമ്മുടെ ഫ്രണ്ട് ജിനു ഒക്കെ ഒരു കല്ലൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് വീഡിയോ വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കാണുന്ന സമയത്ത് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ ഒരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു വ്ളോഗിങ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് എനിക്കൊരു പുതിയൊരു ഫ്രണ്ടിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വെള്ളത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. കുറച്ച് പേരൊക്കെ ഇതിലേക്കൂടെ നടന്ന് വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ കല്ലുകളൊക്കെ കാണാൻ നല്ല രസമാണ്. അതിന് സൈഡിൽ കൂടെ അങ്ങ് പോകാം. എന്തായാലും ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗിങ് എന്തായാലും സാധിക്കുമെന്ന് പ്രതീക്ഷയല്ലായിരുന്നു. എന്തായാലും സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ വ്യൂ എല്ലാം നിങ്ങളെ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. ഇനി മണ്ണിറ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ വെള്ളം ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വിഷ്വൽസ് എല്ലാം നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച അത്രയും വെള്ളമില്ല. ഇവിടെ വെള്ളം കുറവാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു നേരത്തെ വന്നപ്പോൾ ഇവിടെ ശരിക്കും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ ചൂടുകൊണ്ടൊക്കെ ആയിരിക്കും ഇവിടെ വെള്ളം ശരിക്കും കുറവാണ്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് താഴെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട്, കുറവാണ്. ലവ് ഡ്രോ ഇവിടെ വെച്ച് തന്നെ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾ എല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ശക്തി. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വ്ളോഗിങ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതേപോലെയുള്ള സമയം കിട്ടുന്ന സമയത്തൊക്കെ ഇതേപോലെ വ്ളോഗിങ് വീഡിയോസൊക്കെ ഈ വരുന്ന ദിവസങ്ങളിലും വരുന്ന മാസങ്ങളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു ടെക്നോളജി വീഡിയോ അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലേ വീഡിയോ അതിൽ കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.
ഫ്രണ്ട്സ്, അപ്പോൾ കോന്നി അടവി ട്രാവലിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ട്രാവൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കൊറോണ ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഒരുപാടൊന്നും ട്രാവലൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് കഴിഞ്ഞ ദിവസം അതേപോലത്തെ ഒരു ട്രാവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. പിന്നെ ഇനിയും വരും ദിവസങ്ങളും വരും മാസങ്ങളും ചെറിയ ചെറിയ വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ കോന്നി ആനക്കൂട്ടിൽ ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നപ്പോൾ 1-2 ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് പോവുകയായിരുന്നു ചെയ്യുന്നത്. ഇന്ന് വന്നൊരു വ്ളോഗായിട്ട് ചെയ്യാൻ സാധിച്ചതിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. പിന്നെ കൊട്ടവഞ്ചി സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അവിടുന്ന് നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യും. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറുമാണ് നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ ശക്തി. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ എത്തിക്കുക നിങ്ങൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം ശക്തി. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഒരു നല്ലൊരു കമൻറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപാട് സന്തോഷവും ഒരുപാട് നല്ല ഓർമ്മകളുള്ള നല്ലൊരു യാത്രയായിരുന്നു കോന്നി അടവി.